എല്ലാവർക്കും നമസ്കാരം. എപ്പിസോഡ് 49 റിവ്യൂ ആണ്. ആദ്യം തന്നെ പറയട്ടെ, ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ പ്രിയപ്പെട്ട ലാലേട്ടന് അഭിനന്ദനങ്ങൾ. ഇനി ഇന്നത്തെ എപ്പിസോഡിലേക്ക് വന്നാൽ, ഈ ലാലേട്ടൻ ഫയറായിട്ട് പ്രസന്റ് ചെയ്യുന്ന എപ്പിസോഡിനേക്കാൾ ക്ലാരിറ്റിയോടെയും പെർഫെക്ഷനോടെയും കൂളായിട്ടും ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ കൈകാര്യം ചെയ്തു എന്നാണ് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പരാമർശങ്ങൾ, അത് ഈ ഗെയിമിനെ സീരിയസ് ആയിട്ട് കാണുന്ന ബോധത്തോടെ ഇരിക്കുന്ന മത്സരാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ലാലേട്ടൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഡയറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താൽ എങ്ങനെയാണ് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതിലൊരു പ്രതീക്ഷയ്ക്ക് വകയുള്ളത്, ഈ ആര്യൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന റിവേഴ്സ് സൈക്കോളജി ഇന്ന് ബിഗ് ബോസും ലാലേട്ടനും ഈ മത്സരാർത്ഥികൾക്കെതിരെ പ്രയോഗിച്ചതുകൊണ്ടാണ്. കാരണം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതിന് സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാവുകയും ലാലേട്ടൻ വന്നിട്ട് വളരെ ഫയറായിട്ടും ദേഷ്യപ്പെട്ടിട്ടും എല്ലാത്തിനെയും പൊരിക്കുന്ന രീതിയിലുമൊക്കെയാണ് അത് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടിലുള്ള ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നതും ഇന്നും ലാലേട്ടൻ വരും, ദേഷ്യപ്പെടും, ഈ ഷാനവാസിനെതിരെ ദേഷ്യപ്പെട്ട് സംസാരിക്കും, ആദിലേനെ എടുത്തിട്ട് പൊരിക്കും, അങ്ങനെ ഇതൊരു വലിയ വിഷയമായിട്ട് അവിടെ ചർച്ച ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മത്സരാർത്ഥികളുടെ മുമ്പിൽ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ലാലേട്ടൻ വന്ന് നിന്ന് ആ എപ്പിസോഡ് കൈകാര്യം ചെയ്യാണ്. വളരെ കൂളായിട്ടും ഫണ്ണായിട്ടും ഒക്കെ കൈകാര്യം ചെയ്യാണ്. അപ്പോൾ സാധാരണ ശ്രദ്ധിക്കുന്നതിനേക്കാട്ടിലും കൂടുതലായിട്ട് ഇവർ ലാലേട്ടൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കും. എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളൊരു സംശയം ഈ മത്സരാർത്ഥികളുടെ മനസ്സിൽ വരികയും അതുകൊണ്ട് തന്നെ ലാലേട്ടൻ പറയുന്ന പല കാര്യങ്ങളും ഇവർ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇനി എപ്പോഴും ഈ ദേഷ്യപ്പെട്ട് മാത്രം സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഇവർ നിരന്തരം ഉണ്ടാക്കുന്നു, ലാലേട്ടൻ ഇത് തന്നെ വരുന്നു, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് നേരെ രൂക്ഷമായിട്ട് അവരോട് സംസാരിക്കുന്നു, ദേഷ്യപ്പെടുന്നു, അതൊരു സ്ഥിരം ആകുമ്പോഴത്തേക്കിനുള്ള പ്രശ്നം, ഈ കുറച്ച് ആൾക്കാരോട് ദേഷ്യപ്പെടുന്ന സമയത്ത് മറ്റു കുറച്ച് ആൾക്കാർക്ക് അത് കാണുമ്പോഴത്തേക്കിനും ഒരു സന്തോഷം, അവർ ആ സന്തോഷത്തിൽ മതിമറന്ന് അതിങ്ങനെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഒക്കെ ഇരിക്കും. പക്ഷേ അടുത്ത ആഴ്ചയിൽ സെയിം വിഷയം തന്നെ ആവർത്തിക്കപ്പെടും. കാരണം ഇവർ ആ സമയത്ത് പറയുന്ന ഒന്നും ഉള്ളിലേക്ക് എടുക്കുകയൊന്നുമില്ല. പക്ഷേ ഇതിനെ ഇങ്ങനെ കൈകാര്യം ചെയ്താലുള്ളൊരു ഗുണം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ റിവേഴ്സ് സൈക്കോളജി എന്നുള്ളത് ഇന്നാണ് ശരിക്കും ലാലേട്ടനും ബിഗ് ബോസും അവിടെ മൈൻഡ് ഗെയിം കളിച്ചിട്ടുള്ളതെന്ന് പറയാം ഈ മത്സരാർത്ഥികളോട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുത്താൽ എനിക്ക് തോന്നുന്നത് അവർക്കത് ശരിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് കൈകാര്യം ചെയ്തതെന്നാണ്. അത് മനസ്സിലാക്കിയെടുത്താൽ ഇപ്പം ഈ 50 ദിവസത്തോടടുക്കുന്നു, ഇനി 50 ദിവസം ബാക്കിയുണ്ട്. ഈ 50 ദിവസം കൊണ്ട് ഇവരുണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഏറ്റവും മോശം നിലവാരം കുറഞ്ഞൊരു സീസൺ എന്നുള്ളൊരു പേരാണ് സമ്പാദിച്ചെടുത്തിരിക്കുന്നത്. 50 ദിവസം കൊണ്ട് ഈ ലാലേട്ടൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ, മുന്നോട്ട് അവർ നല്ല രീതിയിൽ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 50 ദിവസം കൊണ്ട് ഈ ചീത്തപ്പേര് മാറ്റിയെടുത്ത് നല്ലൊരു സീസണാക്കി എടുത്ത് നല്ല ഗെയിം അവർക്ക് മുന്നോട്ട് വെച്ച് കളിക്കാം. ഇനി ഈ ഷാനവാസിൻ്റെയും നെവിൻ്റെയും വിഷയത്തിൽ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ വിഷയത്തിന് ഇങ്ങനെ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഈ വിഷയത്തിനെ ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നെവിൻ എല്ലാവരുടെയും പേഴ്സണൽ ബൗണ്ടറീസ് മാനിക്കാതെ അവരുടെ പേഴ്സണൽ സ്പേസിൽ അവരുടെ അനുവാദം ഇല്ലാതെ ഇടിച്ചു കയറി ചെന്ന് പെരുമാറുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാളിൽ നിന്നൊരു മോശം അനുഭവം ഉണ്ടായി എന്നൊരാൾ ആരോപണം ഉന്നയിക്കുകയാണ്. ഈ ആരോപണം ഉന്നയിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യത്തെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ എന്നാൽ അങ്ങനൊരു ദുരനുഭവം ഉണ്ടായി എന്നൊരാൾ പറയുന്നതിനെ മാനിക്കേണ്ടതുമാണ്. ഈ വിഷയം അവിടെ ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുക? ഷാനവാസ് പറയുന്നു ഷാനവാസിന് അങ്ങനൊരു ദുരനുഭവം ഉണ്ടായി. നെവിനാണെങ്കിൽ ഇത്തരത്തിൽ പേഴ്സണൽ ബൗണ്ടറീസ് മാനിക്കാത്ത ഒരാളുമാണ്. അപ്പം ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എത്താൻ പോകുന്നില്ല. അതെനിക്ക് തോന്നുന്നു നെവിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. കാരണം ഷാനവാസ് ആ പറയുന്നതിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചോദ്യം ചെയ്യാൻ പറ്റുന്നത്, ലാലേട്ടൻ ഇന്ന് പറഞ്ഞതുപോലെ പണ്ടെങ്ങോ നടന്നൊരു കാര്യത്തിൻ്റെ പേരിൽ ഇപ്പോഴും അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഒരു തരത്തിലും ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഷാനവാസിനോട് ദേഷ്യപ്പെടാൻ പറ്റുന്നത് വഴക്കുണ്ടായ സമയത്ത്, പണ്ട് നടന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ഇവിടെ അത് പ്രസൻറ്റ് ചെയ്തു എന്നുള്ള ഒരു കാര്യത്തിലാണ്. അതിൻ്റെ പേരിൽ അതിലേക്കും കുറേ കിട്ടും എന്നുള്ളതിന് അപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊരു തീരുമാനത്തിൽ ഇതിലെത്താനായിട്ട് കഴിയില്ല. മാത്രമല്ല, എല്ലാ ആഴ്ചയിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇവരിങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ലാലേട്ടൻ വന്നത് ഒത്തുതീർപ്പാക്കുകയും ചെയ്യുന്നത്, അത് ഇനിയും ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഈ ആഴ്ചയും അത് തന്നെ എടുത്തിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അവർ വേറെ കൊണ്ടുവരും. അപ്പോൾ ലാലേട്ടൻ ഇന്ന് ചെയ്തിരിക്കുന്നത്, ഈ എപ്പിസോഡിൻ്റെ അവസാനം അവരോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് അതൊരു കോണ്ടന്റ് ആക്കിയിട്ട് കളിക്കുന്ന ആ കാർഡ് ഞാൻ കീറിക്കളയാണ്. അതുപോലെ തന്നെ ഇവിടെ ആരും വന്നിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടല്ല എന്നും അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനകത്ത് ഇവർക്കെല്ലാം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.
ഇനി പ്രോപ്പർ എപ്പിസോഡിലേക്ക് വന്നാൽ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ കാണിക്കുന്നത് അനീഷിനും അക്ബറിനും വൈൽഡ് കാർഡ്സിൻ്റെ വലിയ പണിയിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ള അവരുടെ അവകാശങ്ങൾ തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അക്ബറിനാണെങ്കിൽ ക്യാപ്റ്റൻ ആവാൻ കഴിയില്ല എന്നുള്ളതും അനീഷിനാണെങ്കിൽ ആരെയും നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും. അതിൽ ഇവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്. വിവിധ തരം ശബ്ദങ്ങൾ കേൾപ്പിക്കുകയാണ് വിത്ത് ഫോട്ടോ. അപ്പോൾ ഈ ശബ്ദങ്ങൾ കേൾക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓർത്ത് വെച്ചിട്ട് ഈ ചിത്രങ്ങൾ കറക്റ്റായിട്ട് ഓർഡറിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ 4 എണ്ണം അക്ബർ ശരിയാക്കുന്നു, 2 എണ്ണം മാത്രമേ അതിൽ അനീഷിന് ശരിയാക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അക്ബറിന് ആദ്യം ഈ പവർ, അക്ബറിന് ക്യാപ്റ്റൻ ആവാം എന്നുള്ളത് തിരിച്ചു കൊടുക്കുന്നു. പണിഷ്മെൻറ്റ് ക്യാൻസൽ ചെയ്യുന്നു. പിന്നീട് രണ്ടാമത് കാണിക്കുന്നത് ഈ ചോദ്യങ്ങൾ ചോദിക്കുക. അത് GK ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുസൃതി ചോദ്യങ്ങളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കുന്നു. അതിൽ കൂടുതലായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത് അനീഷിനാണ്. അപ്പോൾ അനീഷിന് എല്ലാവരെയും നോമിനേറ്റ് ചെയ്യാം എന്നുള്ളൊരു അവകാശവും തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എല്ലാവരോടുമായിട്ടും, ഇപ്പോൾ ഓരോരുത്തരോടായിട്ടും അല്ല, പൊതുവിലും പലതരം പരാമർശങ്ങൾ ലാലേട്ടൻ അവിടെ നടത്തുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഇന്നത്തെ എപ്പിസോഡ് കൈകാര്യം ചെയ്തിട്ടുള്ളൊരു രീതിൻ്റെ പ്രത്യേകതയിൽ അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതുമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കളിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഈ സീസൺ മികച്ചതാക്കി മാറ്റാം. അങ്ങനെ അക്ബറിനും അനീഷിനും അവർക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങളൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നീട് സംസാരിക്കുന്നത് ഈ ഹോട്ടൽ ടാസ്കിനെ പറ്റിയിട്ടാണ്. ഹോട്ടൽ ടാസ്ക് പിന്നെ എല്ലാവരും കൂടെ മൊത്തത്തിൽ കൊളാക്കിയത് കൊണ്ടും ആർക്കും അവരുടെ ക്യാരക്ടർ എന്താണെന്നോ അതെങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടും ലാലേട്ടൻ അവിടെ നിന്ന് ഓരോരുത്തരോടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ കോയിൻസ് കിട്ടാത്തതിൻ്റെ നിരാശയിൽ സമരം ചെയ്തിട്ടുള്ള അനീഷിനോട് ചോദിക്കുന്നു, അങ്ങനെ വാശി പിടിച്ച് വാങ്ങേണ്ടതല്ലല്ലോ, മാനേജറായിട്ടുള്ളവർ തരേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഈ മാനേജറുടെ മുതലാളിയുടെ മകളായിട്ടുള്ള ആദിലേൻ്റെ അടുത്ത് ഈ ഉപ്പ് വാരിയിട്ടല്ലോ കറിയിൽ, അപ്പോൾ ഒണിയിലിനോട് ചോദിക്കുന്നു, അപ്പോൾ ഉപ്പ് വാരിയിട്ടെങ്കിൽ അതേ അർത്ഥത്തിൽ തന്നെ അങ്ങ് കറി വെച്ച് കൊടുക്കണമായിരുന്നു, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. കാരണം ഓണറിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഹോട്ടൽ നന്നായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ അവർ തന്നെ കറിയിൽ ഉപ്പിട്ട് കൊടുത്തെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വേറൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നതെന്ന് പറയുന്നു. അഭിലാഷും നൂറയുമാണ് പിന്നെയും തരക്കേടില്ലാത്ത രീതിയിൽ ഈ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിൽ ഈ ടാസ്കിനെ അവർക്ക് കൊടുത്ത ക്യാരക്ടറായിട്ട് നിന്ന് പെർഫോം ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നു. ആര്യനോട് ചോദിക്കുന്നു, ഈ സാരിത്തുമ്പും ലിഫ്റ്റ് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആവശ്യം എന്താണെന്ന്. അപ്പോൾ ആര്യൻ ഒരു കാര്യമില്ലാതെ എനിക്ക് ഹോട്ടലുള്ളതാണ്, എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ അച്ഛൻ്റെ ഹോട്ടലുള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നു, അതിന് നിങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും പവറുള്ളൊരു കാര്യമല്ലേ, മുതലാളിയുടെ മകളുടെ ഫ്രണ്ടാണ്, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ഇത് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് നടന്നതെന്ന് ചോദിക്കുന്നു സാരി. അപ്പോൾ പറയുന്നു, അത് ഗസ്റ്റ് പറഞ്ഞിട്ടാണ്, പിന്നെ മുതലാളിയുടെ മകളും പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആദിലനോട് ചോദിക്കുമ്പോൾ സാരിത്തുമ്പ് പിടിച്ച് നടക്കാനൊന്നും പറഞ്ഞില്ല എന്ന് ആദില പറയുന്നുണ്ട്. പിന്നീട് അനുമോളോട് ഈ പ്ലാച്ചീനെ പാവേനെ എന്തിനാണ് ഗസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും ഗസ്റ്റ് വന്ന് ചോദിച്ചതുകൊണ്ടാണ് എന്ന്. അപ്പോൾ ഗസ്റ്റിനോ അറിയില്ലല്ലോ നിങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു പാവ ഉണ്ട് എന്നുള്ളത്. അപ്പം നിങ്ങൾ ശരിക്കും അവിടെ അനുമോള് തന്നെയായിട്ട് നിന്നു, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്യാരക്ടർ നിങ്ങൾ വിട്ടു എന്ന് അനുമോളോട് ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നീട് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഗസ്റ്റ് വന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഡ്യൂട്ടിയിൽ കയറിയിട്ടില്ല, യൂണിഫോം ഇട്ടിട്ടില്ല എന്നൊക്കെ പറയുമല്ലോ, എന്തിനാണ് അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയത്? ഇപ്പം ഞാനായിരുന്നെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ഇങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പോയി യൂണിഫോം ഇട്ടിട്ട് അത് വന്ന് ചെയ്തു കൊടുക്കും. അപ്പോൾ ആ പ്രശ്നം അവിടെ തീരും. വരുന്നവർ നിങ്ങളെ ചലഞ്ച് ചെയ്യാനായിട്ടാണ് വരുന്നത്, അങ്ങനെ ട്രിഗർ ചെയ്യും, പ്രൊവോക്ക് ചെയ്യും, നിങ്ങളുടെ ക്ഷമയും ഇതൊക്കെ പരീക്ഷിക്കാൻ വരുന്നവരാണ്. അപ്പോൾ അതിൽ പോയി വീഴാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഷാനവാസിനോട് പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ ഷാനവാസിൻ്റെയും മനീഷിൻ്റെയും ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു. ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞത് ഒന്നും കൂടെ പറയാമോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഈ സ്നേഹത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞത് വലുതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം ഇവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ കാണാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ സീസണിൽ അങ്ങനെ പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ 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 ചുരുക്കമാണ്, ഇല്ലെന്ന് തന്നെ പറയാം. അങ്ങനെ നമുക്കൊരു ചിരിയോടുകൂടി പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത് ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ അത് അനീഷ് പറയുന്നത് പോലെ ഒരു കൈ അകലത്തിൽ നിന്നുള്ളത് മാത്രമാണ് എനിക്ക് താല്പര്യമുള്ളത്. കാരണം അനീഷിൻ്റെ ഗെയിമിനെ ബാധിക്കാത്ത രീതിയിൽ ഈ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഇത്തരത്തിൽ ഇങ്ങനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് അനീഷിൻ്റെ ഗെയിം കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. സാബുമാനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് കിട്ടിയ പവർ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എന്താണ് ഉപയോഗിക്കാതിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാബുമാൻ എല്ലാ ആഴ്ചയിലും പറയുന്ന തരത്തിലൊക്കെ ലാലേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പിന്നീട് ജിഷിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു, ജിഷിനോടായിട്ട് എന്നാൽ എല്ലാവരോടും കൂടെ പറഞ്ഞു കൊടുക്കുന്നു, ഈ ടാസ്കുകളൊക്കെ തരുന്ന സമയത്ത് എല്ലാം പേഴ്സണലായിട്ട് എടുത്ത് പെരുമാറാതെ ടാസ്കിനെ വളരെ ഫണ്ണായിട്ടും രസകരമായിട്ടും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കൂ എന്നുള്ളത് പറയുന്നു. ഇപ്പോൾ
ഇനി അടുത്ത വരുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങളൊരു പ്രഷർ കുക്കറിൽ ഇരിക്കുന്നത് പോലെയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പോവുക. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ് ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ ഈ ജിഷിൻ്റെയും ജിസേലിൻ്റെയും വെജിറ്റേറിയൻ ഫുഡിൻ്റെ പ്രശ്നം. ജിഷിൻ പറയുന്നത് ജിഷിൻ ജനിച്ചപ്പോൾ മുതൽ വെജിറ്റേറിയൻ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോലും ജിഷിൻ നിൽക്കാറില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് ഇനി അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ടുള്ള ഉണ്ണികളുടെ അടുത്ത് അതെങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിക്കുന്നു. അപ്പം നേരത്തെ അവർ പറഞ്ഞു വെച്ചിരുന്നത്, ഇന്നലെയൊക്കെ പറഞ്ഞു വെച്ചിരുന്നത് നോൺ വെജ് കുക്ക് ചെയ്യുന്ന സമയത്ത് വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർ അവർ തന്നെ കുക്ക് ചെയ്യട്ടെ എന്നുള്ളതായിരുന്നു. പക്ഷേ ഒണിയിൽ ഇന്ന് വന്നിട്ട് അത് നേരെ തിരിച്ച് മറ്റേ ക്യാപ്റ്റൻ എന്നുള്ളൊരു അധികാരമൊക്കെ എടുത്ത് നിന്ന് സംസാരിക്കുന്നത് പോലെ ഒണിയിൽ പറയുന്നു അത് നമ്മൾ ആദ്യം ഇവർക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നോൺ വെജ് ഉണ്ടാക്കാം എന്ന് പറയുന്നു. അപ്പോൾ ജിഷൻ അതിന് എതിരഭിപ്രായമുണ്ട്. ജിഷൻ പറയുന്നു അങ്ങനെയല്ല തീരുമാനിച്ചിരുന്നത്, ഇപ്പം എന്താണ് മാറ്റി പറയുന്നതെന്ന് അറിയില്ല. നോൺ വെജ് കുക്ക് ചെയ്യുന്ന സമയത്ത് വെജിറ്റേറിയൻസിനുള്ള ഫുഡ് അവർ കുക്ക് ചെയ്യട്ടെ എന്നുള്ളതാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു ഒണിയിൽ അതങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഒണിയിൽ അതിനെ എതിർത്തിട്ട് ആദ്യം സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് അടുത്ത ആഴ്ച മുതൽ ആദ്യം കുക്ക് ചെയ്ത് വെക്കാം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നു ഞാൻ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണെന്ന് പറയുന്നു. അപ്പം ഒണിയിൽ പറയുന്നു അല്ല, ലാലേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവിടെ അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം ഈ റെനയും ഷാനവാസും ജയിലിൽ കിടന്നിട്ട് എഴുതിയിട്ടുള്ള ലവ് ലെറ്റർ അവിടെ ഇവരെ രണ്ടുപേരെ നിർത്തിയിട്ട് വായിപ്പിക്കുകയാണ്. അതിൽ ഷാനവാസിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നോട് മാത്രമല്ല അവിടെ എല്ലാവരോടും ഈ സ്നേഹം ഉണ്ടാവട്ടെ എന്ന് പറയുന്നുണ്ട്. അതേപോലെ അവിടെ ഓരോരുത്തരോടും നിങ്ങൾ ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിൽ അക്ബർ പറയുന്നു എനിക്ക് ഇങ്ങോട്ട് കുറേ കിട്ടിയിട്ടുണ്ട്, പക്ഷെ തിരിച്ച് അങ്ങോട്ട് കൊടുക്കാൻ തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സാബുമാനും ഇങ്ങോട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അഭിലാഷിനോട് പറയുമ്പോൾ അഭിലാഷ് പറയുന്നു ഞാൻ ഒരുപാട് ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട്, അങ്ങനെ അത് കൊടുത്തിട്ടുള്ള ആളിപ്പോൾ എൻ്റെ വീട്ടിലിരിപ്പുണ്ട്, ഇത് കാണുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നു അതാണ് ശ്രദ്ധിക്കേണ്ടത്, വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം എല്ലാവർക്കും വേണം എന്നുള്ളതും പറയുന്നുണ്ട്. അതിനുശേഷം ഈ സ്പൈക്കൂട്ടിനെ പറ്റിയിട്ട് ലാലേട്ടൻ സംസാരിക്കുകയാണ്. സ്പൈക്കൂട്ടൻ ഇപ്പം ഇനാഗുറേഷന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കോഴിക്കോട് വരെ, ഭയങ്കര ബിസിയാണ് എന്നൊക്കെ പറയുന്നു. നിങ്ങൾക്കൊരു അതിഥിയുണ്ട് എന്നു പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ആ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്ലാച്ചിയാണ്, പ്ലാച്ചി 2.0. പക്ഷേ അനുമോൾക്ക് അത് കിട്ടിയിട്ട് പണ്ടത്തെ പോലുള്ളൊരു സന്തോഷമൊന്നുമില്ല. അപ്പോൾ ലാലേട്ടൻ പറയുന്നു തിരിച്ച് കിട്ടിയിട്ടും താങ്ക്സ് ഒന്നും ഇല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അനുമോൾ ലാലേട്ട താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പഴയതുപോലൊരു സന്തോഷമൊന്നും ഇല്ലല്ലോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഈ നോമിനേഷനുള്ള ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. അതിൽ ബിന്നിനെയും റെനേനെയും സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തുന്നു. പിന്നീട് നെവിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുകയാണ്, നെവിൻ ഈ എപ്പിസോഡിലുടനീളം ഒരു സാഡ്നെസ് കീപ്പ് ചെയ്തിട്ട് ഒരു സാഡായിട്ടിരിക്കുന്നത് പോലെയാണ് എപ്പിസോഡിലുടനീളം. എന്നോട് എൻ്റെ വിഷയങ്ങൾ ചോദിക്കൂ, ലാലേട്ടൻ ചോദിക്കുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇപ്പം ചോദിക്കും എന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ് ഇരുന്നിരുന്നത്. സാധാരണ ലാലേട്ടൻ്റെ എപ്പിസോഡുകളിൽ ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള ഈ ഓവർ ക്യൂട്ട്നെസ് ഒക്കെ കാണിച്ച് നമ്മുടെ ജിസേലിനെ പോലെ തന്നെ ജിസേലിൻ്റെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഒരു പ്രത്യേക ക്യൂട്ട്നെസ്സും ബോഡി ലാംഗ്വേജും ഒക്കെയാണ്. അത്രയും ദിവസം മര്യാദയ്ക്കൊക്കെ ഒരുവിധം മലയാളം പറഞ്ഞുകൊണ്ടിരുന്ന ജിസേലിന് വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോഴത്തേക്കിനും എന്താണോ ഒട്ടും മലയാളം അറിയാത്തതുപോലെയൊക്കെ സംസാരിച്ച് കളയും. അപ്പോൾ അതേപോലെ തന്നെ ഓവർ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് നെവിൻ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പക്ഷേ വളരെ സാഡായിട്ടും അങ്ങനെ കീപ്പ് ചെയ്താണ് ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷേ ലാലേട്ടൻ അതിനെ വേണ്ട രീതിയിൽ ഗവനിച്ചില്ല. പക്ഷേ ലാലേട്ടൻ നെവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ എവിക്ഷനെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ എപ്പോൾ വേണേലും വരാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്, ഓരോ ആഴ്ചയും എനിക്ക് ബോണസ് ആണെന്ന് നെവിൻ പറയുന്ന സമയത്ത് അങ്ങനെ വിചാരിക്കുന്നത് എന്തിനാണ്, നിങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ജനങ്ങൾ അവിടെ നിലനിർത്തുന്നത്. അപ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസോട് കൂടി ഗെയിം കളിക്കൂ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവനിൽ വിശ്വാസം വേണം എന്നുള്ളത് ലാലേട്ടൻ പറയുന്നുണ്ട്. ലാലേട്ടനും ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഇന്ന് നിൽക്കുന്ന നിലയിൽ വന്നിട്ടുള്ളതെന്നും ലാലേട്ടൻ പറയുന്നുണ്ട്. നെവിനെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ നെവിനെയും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നെവിനെ അവിടെ ഇരുത്തുന്നു. ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം ഇന്നത്തെ എപ്പിസോഡിലായിരിക്കും അത് കാണിക്കുക. പോകുന്നതിന് മുമ്പ് ഈ നെവിനെ അവിടെ ഇരുത്തിയതിന് ശേഷം ലാലേട്ടൻ പറയുന്നത്, ഈ പരസ്പരം ആരോപണം ഉന്നയിച്ചിട്ട് അതൊരു കോണ്ടൻ്റാക്കി എടുത്ത് കളിക്കുന്ന കാർഡ് ഞാൻ കീറി വിടുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ആരും ഒരു കമ്മ്യൂണിറ്റീനെയും റെപ്രസെൻ്റ് ചെയ്ത് വന്നിട്ടുള്ളവരല്ല, എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് കളിക്കാൻ വന്നവരാണ്. അപ്പോൾ ആ കാർഡും കീറി വിടുന്നുണ്ട്. ഈ എപ്പിസോഡിൻ്റെ അവസാനം ബിന്നി നെവിനോട് സംസാരിക്കുന്നുണ്ട്. കാരണം നെവിന് സങ്കടമുണ്ട്, എന്താണ് എൻ്റെ വിഷയം സംസാരിക്കാത്തതെന്നുള്ള ഒരു ഇതിൽ. അപ്പം നെവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവിടെ ലാലേട്ടൻ പറഞ്ഞു കേട്ടില്ലേ പരസ്പര ആരോപണം ഇനി ആരും ആർക്കെതിരെ ഉന്നയിക്കരുത് എന്നുള്ളത് ലാലേട്ടൻ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആരും കമ്മ്യൂണിറ്റീനെ റെപ്രസെൻ്റ് ചെയ്ത് വന്നതല്ല എന്നും പറയുന്നുണ്ട് എന്ന് ബിന്നി നെവിനോട് ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നെവിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയും കൂടെ മാനിച്ച് നല്ല രീതിയിൽ അവർ ഗെയിം മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്നുള്ളതാണ്. കാരണം ഈ ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ഈ വെറുപ്പും ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നെഗറ്റീവാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം
കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയും കൂടെ മാനിച്ച് അവർ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ അവർക്ക് പറ്റട്ടെ എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ.